നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വുമൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു വുമൺ അതാരായിരിക്കും? മോസ്റ്റ് ഇൻസ്പയറിങ് വുമൺ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിനെ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുടെ വളരെ യങ് ഏജിൽ തന്നെ ആളുടെ ഫാദർ മരണപ്പെട്ടുപോയി. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ആളുടെ കൂടെ ഉണ്ടായിരുന്നു. കുറേ അധികം ഇമോഷണൽ ചാലഞ്ചസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, പിന്നെ അതുകൂടാതെ സിബ്ലിങ്സിൻ്റെ സ്റ്റഡീസ്, പിന്നെ വീട്ടിലുള്ള വേറെ ഇഷ്യൂസ്, ഇതെല്ലാതും വളരെ ഫേമായി, വളരെ എന്താ പറയുക, ഒരു സ്ട്രോങ് ക്യാരക്ടറായി ആ ഫാമിലീനെ കൊണ്ടുവരുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരാളാണ് എൻ്റെ അമ്മമ്മ. എത്രത്തോളം എന്നിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി എന്നുള്ളത് എനിക്ക് അമ്മമ്മയുടെ മരണശേഷമാണ് മനസ്സിലാവുന്നത്. അമ്മ വാസ് ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അമ്മമ്മയായിട്ട് ഒരുപാടുണ്ടായിരുന്നു. എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വനിത എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരേ ഒരു പേരാണ് ആദ്യമായിട്ട് തന്നെ എത്തുന്നത്. അത് എൻ്റെ സഹധർമ്മിണിയായ എൻ്റെ ഭാര്യ വിനീതയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 1994 എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സ്ത്രീ എൻ്റെ അമ്മ തന്നെയാണ്. അതിനൊരു പല ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. പക്ഷെ അതിലെടുത്ത് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് അമ്മ ബാങ്കിലാണ്. അമ്മയ്ക്ക് ട്രാൻസ്ഫർ വന്നു. കുറച്ച് ദൂര സ്ഥലത്തായിരുന്നു, കോയമ്പത്തൂർ മറ്റായിരുന്നു, ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവിടുന്ന് അമ്മ എല്ലാ ആഴ്ചയും വീട്ടിൽ വരികയും, പിന്നെ എൻ്റെ അച്ഛൻ ആക്ച്വലി ആ സമയത്ത് റിട്ടയറായി. അതിന് ശേഷം കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയത് കാരണം ഫുൾ അത്രയ്ക്ക് ഹെൽത്തി ആയിരുന്നില്ല ആൾ. ആ സമയത്തും ഇതുപോലെ അമ്മയുടെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് ഒരിക്കലും അതായത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അമ്മ അത്രയ്ക്ക് ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. കുറച്ചൊരു സെൽഫ് കോൺഫിഡൻസും പിന്നെ ഗുരുസ്ഥാനീയരുടെ ബ്ലെസ്സിങ്സും അതായിരുന്നു കൈമുതൽ. ഒരുപാട് ദുർഘടങ്ങളിൽ കൂടെ കടന്നുപോയതാണ് ഞങ്ങളുടെ ജീവിതം. ആ ദുർഘടങ്ങളിലൊക്കെ തളരാതെ എൻ്റെ കൂടെ ഒരു അയൺ പില്ലർ പോലെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടഫ് ടൈംസിൽ നമുക്കിപ്പോൾ ഒരു എംബോഡിമെൻ്റ് ഓഫ് ലവ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളൊന്നും പറയാൻ പറ്റുന്ന, അത് അമ്മമ്മ ഒരുപാട് ഷീ വാസ് എ സ്ട്രോങ് ലേഡി ടു. അമ്മമ്മയ്ക്ക് അത് മനസ്സിലാവുകയും അമ്മമ്മ അത് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ഫസ്റ്റ് വരിക ഒരേ ഒരു പേരാണ്. അതിപ്പോൾ ഇപ്പോൾ ചോദിച്ചാലും ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് ചോദിച്ചാലും അങ്ങനെ ഒരു പേര് വരണം. ആളുടെ പേരാണ് ഡോക്ടർ ഹനാൻ അത്തയ്യ. ഒരു ഈജിപ്ഷ്യൻ ലേഡിയാണ്. ഞാൻ സൗദിയിലുള്ള സമയത്ത്, അതായത് സൗദിയിൽ ചെന്ന് ജോലിയൊന്നും കിട്ടാതെ എന്താ പറയുക, അലഞ്ഞു തിരിഞ്ഞല്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഹോസ്പിറ്റൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എനിക്ക് കുറച്ച് IT ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ട് അവിടെ പോയി ആളെ മീറ്റ് ചെയ്തു. ആളൊരു IT-യിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ IT-ന്ന് സംഭവം അവർക്ക് ആ ഒരു ടെക്നിക്കൽ നോളജ് പോരാ എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ ആളെന്നെ കൂടെ ഒരു ഇൻവെൻട്രി കൺട്രോൾ ക്ലർക്കായിട്ട് നിർത്തി. അവിടെ നിന്ന് ഉള്ള ഒരു 20-25 ഇയേഴ്സിൻ്റെ ഒരു ഇറ്റ്സ് 2005 ഐ തിങ്ക്, ഇറ്റ്സ് ലൈക്ക് 20 years ഒരു കരിയറാണ് ഞാൻ ബിൽഡ് ചെയ്ത് വന്നത്. എന്നെ ലൈഫിൽ ഇൻസ്പയർ ചെയ്ത ഒരു ഫീമെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ആക്ച്വലി ഇൻസ്പയർ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് രാവിലെ ഒരു മെഷീൻ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതൊരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ എടുത്ത് ഡെയിലി ഒരു റുട്ടീനിലേക്ക് കയറി അടുക്കളയിൽ കയറുക,
വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പഠിത്തം കാര്യങ്ങൾ നോക്കുക, അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ഇതിനൊന്നും ഒരു ബ്രേക്കില്ലാതെ കാലങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതിനേക്കുള്ളൊരു ബാക്കിലുള്ള ആളുടെ ഒരു ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ആദ്യമായി MBBS കഴിഞ്ഞ് PG MS ജനറൽ സർജറി ചെയ്യാനായിട്ട് ഗുജറാത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൂററ്റിലാണ് ഞാൻ MS ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ അവിടെ എൻ്റെ യൂണിറ്റ് ചീഫ് ഡോക്ടർ ജ്യോതിബെൻ ദേശായി എന്ന് പറഞ്ഞ പ്രൊഫസറായിരുന്നു. അപ്പോൾ അവർ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സ്ത്രീ വ്യക്തിത്വങ്ങളെ അപേക്ഷിച്ച് വെരി പവർഫുൾ പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ ഷീ ഊസസ് കോൺഫിഡൻസ്. ചിലപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അരഗൻസിൻ്റെ വക്ക് വരെ എത്തുന്ന കോൺഫിഡൻസ് ആണ്, പക്ഷേ ഒരു വെരി പവർഫുൾ ലേഡി. ആൻഡ് ഷീ ഹെയർ ബോഡി ലാംഗ്വേജ് ആൻഡ് ഡീഡ്സ് എല്ലാം ഒരു ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ആസ് എ പേഴ്സൺ ആസ് വെൽ ആസ് എ സർജൻ വെരി ഡയറിങ് സർജനാണ്. അപ്പോൾ എന്ത് റിസ്കി ആയിട്ടുള്ള സർജറികൾ ചെയ്യുന്നതിനും അവർക്ക് യാതൊരു ടെൻഷനോ പേടിയോ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ് എങ്കിലും ഫ്രം മൈ പേഴ്സണൽ ലൈഫ് എനിക്ക് ഏറ്റവും അഡ്മയർ ചെയ്യാൻ പറ്റുന്നത് ഒബിയസ്ലി എൻ്റെ അമ്മ തന്നെയായിരിക്കും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചുരുക്കി ഒന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റോറിയാണ്. ഒബിയസ് ആയിട്ട് ഇപ്പോൾ ഇത്രയും വർഷത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു കഥ നമുക്ക് പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരില്ല. എങ്കിലും ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ജസ്റ്റ് ഒരു ഭംഗി വാക്കായിട്ട് എല്ലാവരും ഒരു ബൈ ഡിഫാൾട്ടായിട്ട് അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നതിനേക്കാളും എനിക്കത് പറയാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ടും ഞങ്ങൾ 3 മക്കളാണ്. ഇപ്പം ഒന്ന് എനിക്കൊരു ഏട്ടനുണ്ട്, പിന്നെ ഞാൻ ട്വിൻസാണ്, എനിക്കൊരു ട്വിൻ ബ്രദറുണ്ട്. അപ്പം ചെറുപ്പത്തിലെ തന്നെ അത്ര വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലിയിലൊന്നും ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളല്ല ഞങ്ങൾ. ഒരു ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊരു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് തന്നെ അമ്മയ്ക്ക് ഒരു പെട്ടെന്നുള്ളൊരു മെൻ്റൽ ഇൽനെസ് വരികയും അത് പിന്നീടാണ് ഇപ്പോൾ എനിക്കറിയാം അതിൻ്റെ പേര് സീസോഫ്രീനിയ എന്നാണ്. അന്ന് ഇതെന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നാട്ടിൻപുറത്ത് അതിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാധ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് അതിനെല്ലാവരും കാണുന്നതും അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ് ആയിട്ടും അതിന് മതപരമായിട്ടുള്ള കുറേ റിച്വലായിട്ട് നമ്മൾ ഒരുപാട് പൂജകളും ഹോമങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് ഇതാണ് ഞാൻ ചെറുപ്പത്തിലെ കണ്ടു വളരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇതല്ല അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്കും അറിയാനുള്ള ബുദ്ധി അന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ അത് വേഴ്സനാവുകയും ഞങ്ങൾക്ക് ആ ഒരു അമ്മേൻ്റെ പരിചരണം എന്നുള്ളത് കിട്ടാതെ വരികയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊളംബിയ എന്നുള്ള രാജ്യത്ത് മെഡിഹിൻ എന്നുള്ള സ്ഥലത്ത് കുറച്ചു കാലം താമസിച്ചിരുന്നു. അവിടെ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ കോഫി കുടിക്കാൻ പോകുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഒരു ലേഡീനെ പരിചയപ്പെടുന്നത്. വെരി ഹാപ്പി വുമൻ. ഷീ ഹാസ് ഒരു ടീനേജ് ഡോട്ടർ ഉണ്ട്. ഷീ ഹാസ് എ വെരി ഓൾഡ് മദർ ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് എൻ ആക്റ്റീവ് ഹസ്ബൻഡ്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും കോഫി കുടിക്കുമായിരുന്നു, എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവർ പറഞ്ഞു ഈ ലിവിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സാലറി ഒക്കെ കൊളംബിയയിൽ കുറവായതുകൊണ്ട് അവർ US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അപ്പോൾ അവർ ഇല്ലീഗലിയാണ് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ വാട്ട് ഷീ ഡിഡ് വാസ് ഷീ ഹാവ് ടു ഫ്ലൈ ടു മെക്സിക്കോ വന്ന് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ലാൻഡ് ബോർഡർ വഴി ഇല്ലീഗലായിട്ട് US-ലേക്ക് ക്രോസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്തൊരു ദിവസങ്ങളിൽ അവർ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കി. അവർ US ബോർഡറിൽ നിന്ന് അവരെ പിടിച്ചു. അവരെ അവിടെ നിന്ന് തിരിച്ച് കൊളംബിയയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. ഇതാണ് ഞാൻ ആളുമായിട്ട് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള, ഞാൻ അവിടെ ഉള്ളപ്പോൾ ലാസ്റ്റ് കോൺവെർസേഷൻ. സോ ഷീ വാണ്ടഡ് ടു സപ്പോർട്ട് ഹർ ഫാമിലി ബാഡ്ലി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് അറിയുന്നത് ആഫ്റ്റർ സം മന്ത്സ് ഷീ കുഡ് സംഹൗ അഗെയിൻ ഇല്ലീഗലി cross to the US and she was in Florida എന്നുള്ള സ്ഥലത്ത് happily she was living there and she's supporting her family. She's doing some business in Florida and she's supporting her family and everything. പിന്നെ
അത് പിന്നെ ഞങ്ങളത് ഇപ്പോൾ ആ ഒരു മലബാർ റീജിയനിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കുറേ കഴിഞ്ഞപ്പം ആൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് എന്താ പറയുക, കുറേ കാലം ഉറങ്ങിക്കിടന്ന ഒരാൾ എണീറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടെ വലിയതായിട്ടുള്ള മക്കളും അതൊക്കെ ആയിരിക്കണം ആളെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു നിരാശയും ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ആളുടെ ഡിസപ്പോയിൻമെൻറ്റും എല്ലാം നമുക്ക് ആളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഞങ്ങളെ തിരിച്ച് പഠിപ്പിച്ച് അത്യാവശ്യം ഒരു നിലയിൽ എത്തിക്കണം എന്നുള്ള ആളുടെ ഒരു നിശ്ചയദാർഢ്യവും അതിനാൾ ചെയ്തിട്ടുള്ള എഫേർട്ടുകളും വിച്ച് ഈസ് വി വോണ്ട് ബി ഏബിൾ ടു സേ ഇൻ വേർഡ്സ് ദറ്റ് അതാണ് അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് ആണ്. അതിൻ്റെ നമുക്കൊരു വാക്കിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചെറുതായി പോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ ഒരു പകുതി ജീവനിൽ ചെയ്തിട്ടുള്ള സ്ട്രഗിൾസും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും അത് മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു ഒബ്വിയസ് ആയിട്ടും പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ് ആയിട്ടും ഒരു ഇമോഷണൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. സർജൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സർജൻ ക്യാൻ ഡു എവറിത്തിങ് എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഒരു പവർഫുൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ഞാൻ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ എന്നെ ഒരു ഇൻസ്പയർ ചെയ്ത ഒരു പേഴ്സണായിരുന്നു ഡോക്ടർ ജ്യോതിബെൻ ദേശായി. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഷീസ് ദ പേഴ്സൺ. എൻ്റെ ലൈഫിലെ ഏറ്റവും സ്ട്രോങ് ലേഡി എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ തന്നെയാണ്. ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തും ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് സഹായിച്ചത് എൻ്റെ അമ്മ തന്നെയാണ്. 42-ാം വയസ്സിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട് അമ്മ ഞങ്ങളെ 3 പേരെയും വളർത്തി വലുതാക്കി ഉന്നത വിദ്യാഭ്യാസം തന്ന് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ആ സ്ട്രോങ് വിമൺ അമ്മ തന്നെയാണ്. ആ ഒരു തണൽ എൻ്റെ ലൈഫിൽ ഇപ്പോഴും എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ വളരെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഈ ഒരു വുമൻസ് ഡേയുടെ പശ്ചാത്തലത്തിൽ ഞാൻ എല്ലാ അമ്മമാർക്കും എൻ്റെ അമ്മയെ പോലെ തന്നെ ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവും നേരുന്നു.